ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നമ്മൾ അങ്ങനെ ക്രിസ്മസിൻ്റെ തുടക്കമായിട്ട് നമ്മൾ ഒരു പ്ലം കേക്ക്, നല്ല ക്യാരറ്റ് പ്ലം കേക്ക് കഴിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ഒരു ക്യാരറ്റ് പ്ലം കേക്ക്, നല്ല സൂപ്പർ സാധനം നമ്മൾ കഴിച്ചുകൊണ്ടത് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ആഘോഷം നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്. പിന്നെ നമ്മൾ ബാക്കി വന്ന പ്ലം കേക്ക് നമ്മൾ അമ്മൂമ്മയ്ക്കാണെങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. നമ്മുടെ അപ്പോൾ ഞാനും അമ്മമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലം കേക്ക് വായിൽ വെച്ച് കൊടുത്ത് നമ്മൾ അവിടെ നിന്നും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞത്. നമ്മളിനി നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പണികളിലാണ്. അപ്പോൾ ഞാനവിടെ ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയി അച്ഛനുണ്ടായി കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞത് കൊള്ളത്തില്ലെന്ന്. അച്ഛനാണെങ്കിൽ തട്ടിക്കൂട്ടി. അച്ഛനാണെങ്കിൽ അവിടെ തട്ടിക്കൂട്ടിക്കൊണ്ട് എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അച്ഛൻ ഇത് അച്ഛൻ പുൽക്കൂടാൻ ഞാൻ ഉണ്ടാക്കുന്നത് ഓലപ്പരയോ എന്ന്. അച്ഛനാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി പരിചയമൊന്നുമില്ല. അച്ഛനാണെങ്കിൽ ജൂനിയറാണ് ഉണ്ടാക്കുന്നതിൽ. അപ്പം നമ്മൾ പിന്നെ സീനിയേഴ്സിനൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സീനിയേഴ്സിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് അണ്ണന്മാർ വീട്ടിലോട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലടുത്തൊക്കെ ഉള്ള അണ്ണന്മാരാണ്. അപ്പോൾ അണ്ണന്മാർ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ അണ്ണന്മാർ ചോദിച്ചു, ഇതൊക്കെ എന്തോരെ പുൽക്കൂട്, എല്ലാം പൊളിച്ച് കളയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം പൊളിച്ച് കളഞ്ഞ് ഇങ്ങനെ രണ്ടാമത് പണിയാൻ തുടങ്ങി. അപ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ സൈഡിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ഈ ക്രിസ്മസ് ട്രീക്കകത്ത് ഞാൻ മേടിച്ച് തോരണം എല്ലാം വലിച്ചു കെട്ടി. പിന്നെ കഴിഞ്ഞ വർഷത്തിനകത്ത് എക്സ്ട്രാ വന്ന തോരനെല്ലാം അടിച്ച് എല്ലാം ഇതിനകത്ത് കെട്ടി, വള്ളി കൂട്ടി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിയങ്ങ് വെച്ചാൽ. പിന്നെ എൻ്റെ ആണെങ്കിൽ ഫ്രണ്ട്, അവൻ്റെ പേര് വൈശാഖം എന്ന് പറഞ്ഞപ്പോൾ അവനെന്തേ എൻ്റെ കൂട്ടത്തേക്ക് സഹായിക്കാൻ വന്നപ്പോൾ അവൻ്റെ മേളിലാണെങ്കിൽ നമ്മൾ റെഡ് സ്റ്റാറും വെച്ച് നമ്മുടെ ട്രെയിൻ ഹൗസിൻ്റെ പരിപാടി നമ്മളങ്ങ് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പുൽക്കൂട്, അപ്പോൾ പുൽക്കൂടിന് വേണ്ടി ഞാനും കൂട്ടത്തിൽ മാമനുമായിട്ട് നമ്മൾ മരം വെട്ടാൻ പോയി. നല്ല റൗണ്ട് ഇരിക്കുന്ന കുറേ മുളക് കൂട്ടത്തെ വടികൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കാനുണ്ടോ. മൈക്കിൾ ജാക്സൺ മൂവി യെസ് ഗോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അപ്പോൾ നമ്മുടെ മരണം മാസമായിട്ട് ഇവിടെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പം കളരിയാണ് പണ്ടത്തെ, എനിക്കൊന്നും അറിയത്തില്ല. അതാണ്ടോ അപ്പം മൂന്നാണ്ടോ പണ്ടത്തെ കരാട്ടയും കളരിയൊക്കെയാണ്, ഭയങ്കര സീനാണ്. അപ്പൻ ഇവിടെ കണ്ട് കളരി കാണിക്കുന്ന കാണണം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനും പൈസയും കൂടെ ഫുട്ബോൾ കളിച്ചു. ഞങ്ങൾ അവിടെ കുറച്ച് സ്കില്ലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിബിൾ ചെയ്ത് കയറിപ്പോയി. പിന്നെ ഈ മാമന്മാർ എന്തോ മേളിലൊക്കെ ഈ കമ്പ് കൂട്ടെടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കെന്തോന്ന് അറിയില്ല. ഞാൻ കിടന്ന് ശിവനെ ഇത് എന്തോന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ മാമ നമുക്ക് നമ്മുടെ പുല്ലും ചകിരിയൊക്കെ വെക്കാനുള്ള ഫ്രെയിം ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വൈശാഖാണെങ്കിൽ അവിടെ പശുവിനെ താലോലിക്കാൻ പോയി. ഒലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ല പൈങ്കിളി എന്നും പറഞ്ഞുകൊണ്ട് ആ പശുവിനെ അവനാണെങ്കിൽ തീറ്റ കൊടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മളാണ് അപ്പോഴാണെങ്കിൽ പണ്ടത്തെ കളരിയൊക്കെ എടുത്തുകൊണ്ട് ഇനി വിളക്കത്തിക്കാൻ വരുവാണ്. അപ്പോൾ വൈശാഖ് വിളക്കത്തിക്കാൻ ഉടനിപ്പോണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ വെറുതെ കിടന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വലുതായിട്ടുള്ള എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പം എല്ലാം കണ്ടുപഠിക്കണ്ടേ. എന്നിട്ടാണെങ്കിൽ ഞാൻ വൈശാഖം കൂടെ അവിടെ മീനൊക്കെ പോയി നോക്കി ഞങ്ങൾ അകത്തിരിക്കുകയാണ് കേട്ടോ. ഇതെന്തോന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്നൊരു ലൈറ്റ് ചെയ്യുന്ന മിന്നിയതാണ്. ബ്ലാക്കിൽ നമ്മൾ ഒരു വലിയ LED വെച്ചേപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണെന്ന് തോന്നുന്നു ഓണാക്കിയപ്പോൾ. പിന്നെ നമ്മുടെ ഫ്രെയിം വർക്കും കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇതിൽ മേൽക്കൂര പണിയാനുണ്ട്. അപ്പോൾ അതും കൂടെ പണി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വീട് ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങോട്ട് കുലുങ്ങി പോയാണ്. അപ്പം നമ്മുടെ വീട് ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ അച്ഛൻ നമ്മുടെ കോൺട്രാക്റ്റ് പണിക്കകത്ത് കുറച്ചൊക്കെ അച്ഛൻ്റെ റോൾ വേണ്ടായി. അപ്പോൾ അച്ഛൻ്റെ റോൾ കിട്ടാൻ വേണ്ടി അച്ഛനും വന്ന് കുറച്ച് സഹായമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് പോയി. അപ്പോൾ എനിക്കും വേണം, അതുകൊണ്ട് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ചെയ്തിട്ട് പോയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ചകിരി വെക്കുമ്പോൾ താഴെ പോകാതിരിക്കാനുള്ള സപ്പോർട്ട് കണ്ടായോ. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടി കുറച്ച് കാർഡ്ബോർഡ് കൂട്ടത്തെ ഫ്രെയിമെല്ലാം വെച്ച് അവൾ അടുക്കുന്നുണ്ട്. പിന്നെ അതാണെങ്കിൽ നമ്മുടെ സ്റ്റാറിന് എന്തൊരു കുഴപ്പം പറ്റി. അപ്പോൾ അതും ഇനി നോക്കണം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ കരോട്ടയും കളരിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ അപ്പൂപ്പൻ ഇവിടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അപ്പൻ ഭയങ്കര പഞ്ചപാവമാണ്. പണ്ടത്തെ അപ്പനൊക്കെ കാണണം ഞങ്ങൾ ഞെട്ടിപ്പോവും. എന്നിട്ടാണെങ്കിൽ ഞാനും കൂടെ കട്ടിപ്പണിയെടുത്ത് ഭയങ്കര മരണമാസമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഞാനാണെങ്കിൽ മാമ അത് ചെയ്യ് ഇത് ചെയ്യ് അപ്പുറത്ത് ചെയ്യും മറിച്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഞങ്ങളെ കിടന്ന് കുറച്ച് കരോട്ടയൊക്കെ കളിച്ചു. അപ്പോൾ അതേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ചെറിയൊരു റൂഫ് കൂട്ട് പണിഞ്ഞപ്പോൾ ഉണ്ട്. ആ റൂഫിന് നമ്മളൊരു വീട് കൂട്ടങ്ങ് പണിഞ്ഞ് ഞാൻ എനിക്ക് ബോധമുള്ള കാലത്ത് ഏറ്റവും വലിയ പുൽക്കൂട് ഇതേക്കുന്ന ഇതാണ് കേട്ടോ. നല്ലൊരു പുൽക്കൂടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മൾ അതൊക്കെ വലിച്ചു കെട്ടി. പിന്നെ നമ്മുടെ ഔട്ട് സൈഡിലും കൂടെ നമുക്കെല്ലാം കാബോർഡ് കൂട്ടത്തെ സാധനം വെക്കാനുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൂസ്. കോൾ ചെയ്യാതെ കാണുന്ന എല്ലാവരും. പിന്നെ നമ്മുടെ കച്ചി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കച്ചിയാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി പറിച്ചിട്ടിട്ട് നമ്മൾ മേലോട്ട് ഇപ്പോൾ കച്ചി ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റൂഫിൽ തന്നെ നമ്മൾ കച്ചി എടുത്ത് വിരിച്ചിട്ടുണ്ട്. കച്ചി 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 ഇതാണ് ഇത്. കച്ചി 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 നമ്മുടെ കച്ചി എടുത്തത് നമ്മൾ വാല കൊല കുശു കുശു എന്നൊക്കെ പറഞ്ഞ് തെക്കും വടക്ക് വിട്ടപ്പോൾ ഉണ്ട്. തെക്കും വടക്കൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. തെക്ക് ഞാനൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൂസ്. ഏതാ തെക്ക് ഏതാ വടക്ക് എനിക്കറിയത്തില്ല. ശിവനെ ഇത് ഏത് ജില്ലയെന്നും പറഞ്ഞിരിക്കുക. കാരണം എനിക്ക് പനിയായിരുന്നു ഗൂസ്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല പനി പിടിച്ചിരിക്കുകയാണ്. അതാണ്ട് ഇപ്പം എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുക. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പറയുകയാണ്. പിന്നെ നമുക്ക് വേണ്ട സാന്റാക്ലോസിനെയും ഉണ്ണിയേശുവിനെയും സ്റ്റാറിനെയും എല്ലാം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനാണെങ്കിൽ തേക്ക് കറങ്ങുന്ന ഈ സാധനം എടുത്ത് വെച്ചപ്പോൾ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ അങ്ങനത്തെ കറങ്ങുന്ന സാധനം നമ്മളെടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മാമന്മാരാണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമ്മളാണെങ്കിൽ ആ കറങ്ങുന്ന സാധനം അപ്പുറത്തും ആ കറങ്ങുന്ന സാധനം തൂക്കിയിട്ടാണെങ്കിൽ നമ്മളകത്ത് നമ്മുടെ സാന്റാക്ലോസും ഡ്രമ്മും അതും ഇതും എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഇനി കുറച്ചും കൂടെ തൂക്കാറുണ്ട്. കുറച്ചും കൂടെ സ്റ്റാറൊക്കെ വെക്കാനുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് എല്ലാം അപ്പം ഏകദേശം ഓഫ് ചെയ്തിട്ട് നമുക്കിനി LED കൂടെ തൂക്കാനുണ്ട് കേട്ടോ. LED വരുമ്പോൾ അത് ഫുള്ള് കളറാവാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട കച്ചിയും സാന്റാക്ലോസ് എല്ലാവരെയും തൂക്കിനകത്ത് വെച്ചപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രമ്മ് വന്നപ്പോൾ ഡ്രമ്മിനാണെങ്കിൽ എനിക്ക് കെട്ടാൻ സ്ഥലമില്ല. അപ്പോൾ ആണെങ്കിൽ ഞാൻ മാമമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാമനാണെങ്കിൽ ഒരു കമ്പിലിട്ട് കെട്ടുകയാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ അപ്പോൾ അതിങ്ങ് വന്ന്. അപ്പോൾ അതുമാണെങ്കിൽ നമ്മൾ സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ഉണ്ണീശുവിനൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ. നമുക്കാണെങ്കിൽ ഭാഗ്യം വെച്ചാൽ 2 ഉണ്ണിയേശു ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഉണ്ണിയേശുവിനെ നമ്മൾ തൂക്കി കെട്ടി. പിന്നെ ഞാനാണെങ്കിൽ മേളിൽ നിന്നിട്ട് നമ്മുടെ LEDയുടെ സപ്ലൈ അങ്ങോട്ടേക്കും മടക്കാക്കാൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ജസ്റ്റ് ആ ഉള്ളിൽ വെച്ച ഡ്രമ്മെല്ലാം അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട്. പിന്നെ നമ്മുടെ LED കുട്ടന്മാരെ നമ്മളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെറപറാന്ന് LED എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം മൂട്ടിക്കൂടെ നമ്മളത് നമ്മുടെ LED കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് LED നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കയറ്റണം. എനിക്ക് LED ഏതായിട്ട് എത്തത്തില്ല കേട്ടോ. LED കുറച്ച് കഴിഞ്ഞാൽ എത്തത്തുള്ളൂ. LEDയുടെ ഫാസ്റ്റ് ട്രാവലിലാണത്. പിന്നെ അതിൻ്റെ മാമനാണെങ്കിൽ എക്സ്ട്രാ പൊങ്ങി എന്നെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടത് നമ്മൾ LED നോക്കിയപ്പോഴത്തേക്കും കേട്ടാ സെറ്റപ്പ് സാധനമായി. കുട്ടപ്പ സാധനം കേട്ടാ. അല്ല അടിപൊളി സാധനം വെച്ചാൽ അടിപൊളി സാധനം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ LED. ഞാനും മാമന്മാരെല്ലാം കൂട്ടത്തിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല ഒരെണ്ണം ഇതായിരുന്നു കേട്ടോ. പിന്നെ അമ്മൂമ്മയാണെങ്കിൽ കുറച്ച് അപ്പോൾ ആ മുത്തശ്ശനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സൈഡിലുള്ളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ പുൽക്കൂട് റെഡി. അപ്പം നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് റെഡി ഗൂസ്. നമ്മുടെ ഉണ്ണിയേശു 2 ഉണ്ട്. അത് ഭാഗ്യം വെച്ചാൽ നമുക്ക് കിട്ടിയതാണ്. എന്തായാലും കിടക്കട്ടെ, എല്ലാവരും കിടക്കട്ടെ. അതുകൊണ്ട് നമ്മളെ കുറച്ച് ആണുകുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിടന്ന് പാടുപെട്ടത് ഒരു മാലാഖയെ വെക്കാൻ വേണ്ടിയാണ് ഗൂസ്. ഒരു മാലാഖയാണെങ്കിൽ അയാളൊക്കെ തിത്തിത്തൈടകം കാണിക്കുമായിരുന്നു. ഞങ്ങൾക്ക് എങ്ങോട്ട് വെക്കണം എവിടെ തൂക്കണം എന്ന് പോലും അറിയത്തില്ല. പിന്നെ മാലാഖയൊക്കെ ആണെങ്കിൽ കയറിട്ട് കിട്ടിയപ്പം മാലാഖയൊക്കെ തലയൊക്കെ താഴോട്ടിരിക്കുന്നു. എന്തോ ചെയ്യാനാണ് ഗൂസ്, നമ്മളൊക്കെ എന്തോ ചെയ്യും. പിന്നെ ആണെങ്കിൽ നമ്മൾ ട്രീ ഹൗസ് എല്ലാം സെറ്റാക്കി. നമ്മൾ നല്ല അടിപൊളി സെറ്റപ്പ് ട്രീ ഹൗസ് പണിഞ്ഞ് നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഡാൻസ് ആവും. കണ്ണും കാത്തിരുന്നു കണ്ണിലൊരു പൈതലിനായി കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു. പിന്നെ നമ്മളെ ഫോട്ടോ എടുത്തപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പം ബായ്.